അല്ല, ഞാൻ സുധാകരൻ്റെ പ്രസ്താവനയെക്കുറിച്ച് ഞാൻ മറുപടി പറയുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസിലും CPM-ലുമുള്ള പ്രധാനപ്പെട്ട പല നേതാക്കന്മാരെയും അതേപോലെ സാധാരണ പ്രവർത്തകരെയും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമം നടത്തുന്നുണ്ട്. ഇനിയും ആ ശ്രമം തുടരും. തെരഞ്ഞെടുപ്പിന് ശേഷം വലിയൊരു പ്രവാഹം ഈ CPM-ൽ നിന്നും കോൺഗ്രസിൽ നിന്നും BJP-യിലേക്ക് NDA-യിലേക്ക് ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ല, ഞങ്ങൾ ഇന്നേ ഒരു നേതാവ് എന്നുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയിലെ കോൺഗ്രസിലെയും നേതാക്കൾ അവരുടെ പാർട്ടിയുടെ തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ച് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളവരെ സഹർഷം സ്വാഗതം ചെയ്യും. BJP-യുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. അതായത് അതിവിടെ മാത്രമല്ല, കേരളത്തിലെ പല ലോകസഭാ മണ്ഡലങ്ങളിലും LDF പറയുന്നത് NDA-യും LDF-ഉം തമ്മിലാണ് മത്സരം. UDF നേതാക്കന്മാർ പറയുന്നത് അല്ല, NDA-യും UDF-ഉം തമ്മിലാണ് മത്സരം. ഒരു കാര്യം ഇതിൽ നിന്ന് വ്യക്തമായി, കേരളത്തിൽ ഇരു മുന്നണികൾക്കുമെതിരായിട്ട് മുഖ്യധാരാ രംഗത്ത് വന്നിരിക്കുന്നത് NDA ആണ് എന്ന് LDF-ഉം UDF-ഉം അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു, അവർ സമ്മതിച്ചിരിക്കുന്നു. ഇതിനെയാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ NDA മുഖ്യധാരയിലേക്ക് വന്നിരിക്കുന്നു, വിജയത്തിൻ്റെ പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. വലിയൊരു രാഷ്ട്രീയ മാറ്റം ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉണ്ടാകും. ഈ മോദി ഗ്യാരണ്ടിയോട് ചേർന്ന് നിൽക്കാൻ മലയാളികളും തയ്യാറാകുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ചും മാധ്യമപ്രവർത്തകരെക്കുറിച്ചും ഒരു പരാമർശം നടത്തുകയുണ്ടായി. കേരളത്തിലെ മാധ്യമ പ്രവർത്തനം ചെറ്റത്തരമെന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത്. അപ്പോൾ ഞാനതിൻ്റെ ഈ മാധ്യമപ്രവർത്തനം ചെറ്റത്തരമാണെങ്കിൽ മാധ്യമപ്രവർത്തകർ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് വളരെ വ്യക്തമാണ്. ഞാൻ ആ പദപ്രയോഗം നടത്തുന്നില്ല. ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് മാധ്യമങ്ങൾക്കെതിരെ, മാധ്യമപ്രവർത്തകർക്കെതിരെ നടത്തുന്ന ഇത്തരം നീചമായിട്ടുള്ള പദപ്രയോഗം അത്യന്തം പ്രതിഷേധാർഹമാണ് എന്ന് ഞങ്ങൾ പറയുകയാണ്. പരനാറി പ്രയോഗത്തിന് ശേഷം മുഖ്യമന്ത്രി നടത്തുന്ന ഏറ്റവും ഹീനമായിട്ടുള്ള പദപ്രയോഗമാണ് മാധ്യമപ്രവർത്തകർക്കെതിരെ നടത്തിയത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി മാധ്യമ സമൂഹത്തോടും കേരളത്തിലെ പൊതുസമൂഹത്തോടും മാപ്പ് പറയണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. അതെ, തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത്. ഇപ്പോൾ IND-യിലെ ദേശീയ തലത്തിൽ മോദിയെ താഴെയിറക്കാൻ രൂപം കൊണ്ട IND സഖ്യത്തിലെ പ്രധാനപ്പെട്ട അതിന് നേതൃത്വം കൊടുക്കുന്ന ഘടകകക്ഷി പാർട്ടിയുടെ നേതാവാണ് രാഹുൽ ഗാന്ധി. മറ്റൊരു ഘടകകക്ഷിയാണ് CPM. അപ്പോൾ IND മുന്നണിയിലെ ഘടകകക്ഷിയുടെ നേതാവായ രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് അതേ മുന്നണിയിലെ ഘടകകക്ഷിയായിട്ടുള്ള CPM-ൻ്റെ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി കുറ്റം ചെയ്തിട്ടുണ്ട്, പ്രതിപട്ടികയിലാണ് ഉള്ളത് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. ED പിണറായി വിജയനെതിരെ നടത്തുന്ന അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമല്ല, അത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് കോൺഗ്രസ് സമ്മതിച്ചിട്ടുണ്ട്. തിരിച്ച് മുഖ്യമന്ത്രിയും EP ജയരാജനും MV ഗോവിന്ദൻ മാഷും ചോദിക്കുന്നത് രാഹുൽ ഗാന്ധിയെ മാത്രമല്ല പ്രിയങ്ക ഗാന്ധിയെയും റോബർട്ട് വധേരയെയും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഈ നേതാക്കന്മാരൊക്കെ കുറ്റവാളികളാണ്, അറസ്റ്റ് ചെയ്യപ്പെടേണ്ടവരാണ് എന്ന് CPM സമ്മതിക്കുകയാണ്. ഒരു കാര്യം ഞങ്ങൾക്ക് പറയാറുള്ളൂ, സമയം വരുമ്പം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ IND-യിലെ ഈ നേതാക്കന്മാരെയെല്ലാം തന്നെ നിയമത്തിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാൻ കേന്ദ്ര ഏജൻസികൾ തയ്യാറാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും രണ്ടുപേരും സമ്മതിച്ചിരിക്കും. ജനങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ തീവട്ടിക്കൊള്ള നടത്തിയതിൻ്റെ പേരിൽ ജയിലിൽ പോകാൻ യോഗ്യരായവരാണ്. ഏതായാലും തെരഞ്ഞെടുപ്പിന് ശേഷം ഇവർ ലോകസഭയിലേക്കല്ല പോകുന്നത്, ജയിലുകളിലേക്കാണ് പോകാൻ സാധ്യത എന്നേതാണ്ട് ഇവർ തന്നെ സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ കോൺഗ്രസ് CPM നേതാക്കന്മാരുടെ ഈ പരസ്പര ഈ പ്രസ്താവനയിലൂടെ, വാക്പോരിലൂടെ
നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ പറയുന്ന ആരോപണങ്ങൾ പരസ്പരം ആത്മാർത്ഥമാണെങ്കിൽ IND സഖ്യത്തിൽ നിന്ന് CPM പുറത്താക്കാൻ കോൺഗ്രസ് തയ്യാറാകണം, അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറാൻ CPM തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഈ വാക്പോര് ഒരു കേവലം രാഷ്ട്രീയ പൊറാട്ട് നാടകമായിട്ട് കേരളത്തിലെ ജനങ്ങൾ കാണും എന്ന കാര്യം സംശയമില്ല.